ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നൊരു കുക്കർ ബിരിയാണി ആട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ലൈഫിൽ ഇതുവരെ ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു കുക്കർ ബിരിയാണി ആവാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1-2 സവാള മാത്രം മതി. സവാള നല്ലോണം വഴറ്റി ഇട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് മതി കേട്ടോ, വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി. തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ചിക്കൻ വെറുതെ അങ്ങോട്ട് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ആ വഴഞ്ഞ് വന്ന സാധനത്തിലോട്ട് കുറച്ച് മല്ലിച്ചീരയും പുതിനയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മല്ലിച്ചീരയും പുതിന ഇടുന്നത് നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. റൈസിനാണെന്നുണ്ടെങ്കിലും ചിക്കനാണെങ്കിലും നല്ല അടിപൊളി ഫ്ലേവർ കിട്ടും. പിന്നെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചിക്കനിൽ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരുപാടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലോണം മസാല യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരിത്തിരി മതി കേട്ടോ തൈര്. ഒരു 1-2 ടീസ്പൂൺ മാത്രം മതി തൈര്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ അരിൻ്റെ അളവ് 1 ഗ്ലാസ് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും 1 ഗ്ലാസ് അരിയിലാട്ടോ വെച്ച് നോക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് എന്തായാലും. അങ്ങനത്തെ അരി കഴുകി വെച്ചത് ഞാൻ കുക്കറിലോട്ട് തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വെള്ളം അളന്ന് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും സാരമില്ല. പിന്നെ ഒരു നാരങ്ങ കൂടി പീന ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചീരയും പുതിനയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടക്കാം കേട്ടോ. ഇനി ഒരു 2-1 മിസിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെത് 3 മിസിൽ പോയപ്പോഴാണ് സെറ്റായി വന്നത്. കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ കാണാൻ മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക്